നമസ്കാരം. ഞാൻ കുറേ നാളെ ഈ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ വരുന്നത്, ഞാൻ 10 ദിവസം യാത്ര പോകുന്നുണ്ട്. സിക്കിം, ഡാർജിലിംഗ്, ഗാങ്ടോക്ക്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതാണ് നമ്മളെ ജോയ്ക്കുട്ടൻ. നമ്മള് സിക്കിമിലേക്കുള്ള യാത്രയിൽ ഇതാ ട്രെയിനിൽ ഇതൊക്കെ ഞങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെട്ടോ. ഇതൊക്കെ ഞങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെട്ടോ. ഇത് വക്കീലാണ്. കുതന്ത്രം മെനഞ്ഞു തരാൻ എനിക്ക് ഏറ്റിട്ടുണ്ട്. പല കുതന്ത്രങ്ങളും പറഞ്ഞു തരാന്ന് പറഞ്ഞ വക്കീൽ സാർ. അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡ് കഴിക്കുന്ന ഞാൻ കാലം കുറെ കൂടിയിട്ടാണ് ബ്രെഡ് ബട്ടർ കൂട്ടി കഴിക്കുന്നത്. നല്ല ബട്ടറൊക്കെ കൂട്ടി നല്ല ശരിയാണ്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വീഡിയോ പുറത്തു പോയി കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. എന്റെ ജോലി പോകും. അപ്പൊ എന്റെ ഇന്ന് രാവിലത്തെ ഫുഡ് ബ്രെഡും ബട്ടറും ആണ്. ട്രെയിനിലെ ഫുഡൊന്നും നന്ന ഇത്തിരി പുറത്തെ കാഴ്ചകള്. തമിഴ്നാട് കഴിഞ്ഞില്ല, തമിഴ്നാടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രെഡ് ഇതെല്ലാം നമ്മൾ ഫുഡാണ്. ഇതാ ലെമൺ റൈസ് ജോയ് കഴിക്കുന്നത്. ഇതാ ഒരു കൊരങ്ങൻ ഇതാ മേലെ എന്നിട്ട് ചോറ് വന്നു. കൊരങ്ങൻ ആള് കാണുന്നായിട്ട് കേട്ടാ. ഇതെല്ലാം നമ്മളെ ടൂറിന്റെ ആൾക്കാരേട്ടാ. ഇതെല്ലാം ആരോ കുറച്ച് മോര് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നല്ല മോര്, നല്ല മോര് കാച്ചതായത്. ഇതിന്റെ മുളക് ഇട്ടാട്ടോ അത് വറുത്തിട്ടത്. ഇതിന്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കണ്ടാൽ തന്നെ ഇത് ഈ സ്ഥലം കണ്ട സൂപ്പർ സ്ഥലം. ഇത് രസമെന്നറിയാം കാണാൻ വേണ്ടിട്ട്. നല്ല വെള്ളവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലം. ഇത് കണ്ടോ ഒറീസയിലുള്ള പാലം. ട്രെയിന് പോകുന്നത് മേലെ അല്ലേ, താഴെ വാഹനങ്ങൾ പോകുന്ന സൂപ്പറാ. രാമേശ്വരെല്ലാം കണ്ട പോലത്തെ പാലാ ഇത്. അങ്ങനത്തോളം ഉണ്ട്. അതെ, വലിയ കടലൊക്കെ നമ്മളിത് എന്താ പറയാ, AC-യിലായോണ്ട് ക്ലിയർ കുറവായിരിക്കും. പക്ഷേങ്കില് നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗിയാ ഇത്. ഇത് റൈറ്റ് സൈഡിലെ പാലം, ഞങ്ങൾ ഇരിക്കുന്നതിന്റെ കമ്പാർട്ട്മെന്റിന്റെ റൈറ്റ് സൈഡിലെ. മറ്റേത് ലെഫ്റ്റ് സൈഡ്. കേട്ടോ, വെയിലായതുകൊണ്ട്, ഭയങ്കര വെയിലായതുകൊണ്ട് എന്താ രസം. അപ്പുറത്തെ ഭാഗം കണ്ടോ പാലം, അതിന് താഴെ വെള്ളം. ഇവിടെ മുഴുവൻ വെള്ളമാണ്, അപ്പുറത്തെ വെള്ളമില്ല കേട്ടോ. അപ്പുറത്ത് വെള്ളമില്ലാതെ കുറച്ച് വെള്ളവും കുറച്ച് നിരപ്പ് സ്ഥലമാണ് കേട്ടോ. അതെ, അടുത്ത ട്രെയിന് പോന്ന കേട്ടോ. എന്ത് രസമാണ്. ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും കാണാൻ വേണ്ടിട്ട്. രണ്ടും ഇരുന്ന് അടിക്കുന്നുണ്ടാ. എന്റെ സുഹൃത്ത് ഒറീസയിൽ നിന്ന് കൊണ്ടുതന്ന ഇഡ്ലി ചട്നിയാണ്. ഇതാ കണ്ടോ രണ്ടും ഞാൻ ഉറങ്ങിയ സമയത്ത് എടുത്ത് അടിക്കുന്നുണ്ടോ. രണ്ടും കണ്ടോ. കൽക്കത്ത എത്താറായിരിക്കും. അങ്ങനെ ഞങ്ങള് കണ്ണൂരിൽ നിന്നും കൽക്കത്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഇവിടുത്തെ. ഇതൊക്കെ ഞങ്ങളെ ടീമിലുള്ള ആൾക്കാരാണ്. കണ്ടോ അപ്പുറത്ത് കണ്ടോ വേറെ, ഇപ്പുറം വേറെ പാലം, അപ്പുറം വേറെ പാലാണ്. ബോട്ടിലായിട്ട് കണ്ടോ. AC ആയതുകൊണ്ടാണ് കൊറിയർ മങ്ങല്. വഞ്ചി നല്ല സൂപ്പർ. ഹുഗ്ലിയാ, കൽക്കത്ത ഹുഗ്ലി റെയിൽവേ. അങ്ങനെ നമ്മൾ ജയ്പൂരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ്. ഞങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ന്യൂ ജയ്പൂരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ആൾക്കാരൊക്കെ ഇതാ ഇവിടെ റെഡിയായിരിക്കുന്നത്, സെറ്റായി തോന്നിയിട്ടുണ്ട്. ഇത് എൻ്റെ ലഗേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ലഗേജ് ഇവിടെ ഉണ്ട്. ഇതെല്ലാവരും
അപ്പോൾ നമ്മളിവിടെ ന്യൂ ജയിൽപൂരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 6 മണിക്കൂർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ അവിടെ നിന്ന് കാണാം.